സെക്രട്ടറി ഇന്ന് ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് BJPയുടെ മുൻ ഒറ്റപ്പാലം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയുമായി 50 ലക്ഷത്തിൻ്റെ ഇടപാട് നടത്തിയെന്ന് തെളിയിക്കാൻ ഞാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ്. അത് തെളിയിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അന്നേ ദിവസം എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുന്നത് ഞാൻ ഓർമ്മിപ്പിക്കുക. അത് തെളിയിക്കാതിരുന്നാൽ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുക. ഇത് ബോധപൂർവമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരാജയം, അത് ബോധപൂർവമായി ജനങ്ങളിൽ നിന്ന് ചർച്ച മാറ്റാനുള്ള ഒരു തന്ത്രമാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഷൊർണൂരിലും അതേപോലെ തന്നെ ഒറ്റപ്പാലത്തും ഡീലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ സംശയവും ഇദ്ദേഹം ഉന്നയിച്ച ആരോപണവും ആ ആരോപണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും കാലം ഒരു അഴിമതിയും നടത്താതെ പൊതുപ്രവർത്തനത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വീണ്ടും ഞാൻ ഇത് ചോദിക്കുകയാണ്. ഈ സുരേഷ് ബാബു അത് തെളിയിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാവണം. ഏതാളായിട്ട് എവിടെ വെച്ച് എന്ന് വ്യക്തമായി തെളിയിക്കാൻ തയ്യാറാവാത്ത പക്ഷം ഞാനിത് നിയമപരമായിട്ട് അദ്ദേഹത്തിനെ നേരിടും എന്ന് ഓർമ്മിപ്പിക്കുക. വ്യക്തമായ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം BJPയുടെ ഇതിനു മുന്നേ ഒറ്റപ്പാലത്ത് മത്സരിച്ച മുഴുവൻ ആളുകളെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ്. ഒരാൾ മാത്രമല്ല, ഇതിനു മുന്നേ ഉള്ള നിരവധി ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നു, പാർട്ടിയെ അപമാനിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ബോധപൂർവമായുള്ള ശ്രമം നടത്തുകയാണ് സുരേഷ് ബാബു ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഓർമ്മിപ്പിക്കുക.